പുതിയ സർക്കാർ അധികാരമേറ്റപ്പോൾ ഓരോ വകുപ്പിലും വൻ സാമ്പത്തിക ബാധ്യതയുടെ കണക്കുകളാണ് പുറത്തുവരുന്നത്. ഖജനാവ് കട്ടുമുടിച്ച നേതാക്കളും ഓരോ മേഖലയും അങ്ങേയറ്റം കുഴി തോണ്ടിയിരിക്കുകയാണ്. പ്രത്യേകിച്ചും എടുത്തു പറയേണ്ടത് ആരോഗ്യ വകുപ്പിന്റെ കാര്യങ്ങളാണ്. ആരോഗ്യ വകുപ്പ് കയ്യിൽ കിട്ടുമ്പോൾ വൻ സാമ്പത്തിക ബാധ്യതയാണ് ഉള്ളതെന്ന് ആരോഗ്യ വകുപ്പ് മന്ത്രി കെ മുരളീധരൻ വ്യക്തമാക്കിയിരിക്കുകയാണ്. മരുന്നു കമ്പനികൾക്ക് കോടികൾ കുടിശ്ശിക നൽകാനുണ്ട്. കാരുണ്യ സുരക്ഷാ പദ്ധതിയിൽ മാത്രം 2017 കോടി രൂപയാണ് നൽകാനുള്ളതെന്നും കെ മുരളീധരൻ വ്യക്തമാക്കി. സാമ്പത്തിക കുടിശ്ശിക ജീവൻ രക്ഷാ ഉപകരണങ്ങളുടെ ലഭ്യതയെ പോലും ബാധിക്കുന്നുണ്ട്. പലപ്പോഴും സർക്കാർ ആശുപത്രികളിൽ ശസ്ത്രക്രിയ വൈകാൻ കാരണവും ഇതുതന്നെയാണ്. മരുന്ന് കമ്പനികൾക്ക് 476 കോടി രൂപയാണ് നൽകാനുള്ളതെന്നും വ്യക്തമാക്കി. കോഴിക്കോട് ആരോഗ്യവകുപ്പ് സംഘടിപ്പിച്ച കായകൽപ്പം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു കെ മുരളീധരൻ. ആരോഗ്യവകുപ്പിന്റെ കണക്കുകൾ വായിക്കുമെന്ന സംശയം കൊണ്ടാവാം ചിലർ കായകൽപ്പം പരിപാടിയിൽ വരാതിരുന്നത്. ഈ വകുപ്പിനെ നേരെയാക്കിയെടുക്കണം.